ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്ന് ഓശാന ഞായർ. നമ്മുടെ കൊച്ചുനാളിലെ മുതൽ ഈ നിമിഷം വരെ മറക്കാനാവാത്ത ഞായറാഴ്ചയാണ് ഓശാന ഞായർ. പള്ളി ചെന്ന ഓടി നിറങ്ങൾ കൊണ്ട് പലതരത്തിലുള്ളതായ പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു ദിവസമാണ് നമ്മൾ. പള്ളിയാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന ഇഷ്ടംപോലെ പൂക്കൾ വാരി എറിയുന്നതും അത് വാരി മണക്കുന്നതും നമ്മളാരും മറന്നു പോയിട്ടില്ല. ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും അച്ഛൻ അർപ്പിക്കുന്ന ഇന്നത്തെ ബലിയിൽ പ്രത്യേകം ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ധ്യാനഭാഗം യേശുവിൻ്റെ മരുഭൂമിയിലുണ്ടായ പ്രലോഭനം. 40 രാവും പകലും ഉപവസിച്ചതിന് ശേഷം പിശാച് വന്ന് പലതും പറഞ്ഞ് വഴിതെറ്റിക്കുമ്പോഴൊക്കെ ആ വചനത്തെ എല്ലാം തിരുവചനങ്ങൾ കൊണ്ട് സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെല്ലാം അതിജീവിച്ച്, പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ച്, മരുഭൂമിയിലെ പരീക്ഷണങ്ങളെല്ലാം അതിജീവിച്ച് യേശു തമ്പുരാൻ മറ്റൊരു വലിയ പ്രലോഭനം, ഒരുപക്ഷെ മരുഭൂമിയിലുണ്ടായതിനേക്കാൾ 10 ഇരട്ടി 10,000 ഇരട്ടി തീവ്രമായ ഒരു വലിയ പ്രലോഭനത്തിലേക്കാണ് ഓശാന ദിവസം യേശു തമ്പുരാൻ എത്തിച്ചേരുന്നത്. കാരണം തെരുവീതികളിൽ ആബാലവൃദ്ധം ജനങ്ങൾ ഇറങ്ങി നിന്ന് യേശുവിനെ ജയ് വിളിച്ചുകൊണ്ട് ഖരവാഹനത്തിൽ എഴുന്നള്ളി വരുമ്പോൾ പച്ചിലകൾ കൊണ്ടും കുരുത്തോലകൾ കൊണ്ടും അവൻ പോകുന്ന വഴികളെ സ്വീകരിച്ചുകൊണ്ട്, അവനെ ആനയിച്ചുകൊണ്ട്, അവനെ സ്വാഗതം ചെയ്തുകൊണ്ട്, ജയ് ജയ് എന്ന് വിളിച്ചുകൊണ്ട് ഹോശാന പാടുന്ന ദിവസം, ഒരേ സമയം ദൈവമായിരിക്കെ ഒരേ സമയം മനുഷ്യനായിരിക്കെ ദൈവിക സ്വഭാവവും മനുഷ്യ സ്വഭാവവും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ കർത്താവ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഈ ഭൂമിയിൽ വന്നത്. രക്ഷാകര പദ്ധതി തൻ്റെ തിരുപ്പിറവിയിൽ ആരംഭിച്ച് ഗോകുൽത്തായുടെ നെറുകയിൽ തൻ്റെ രക്ഷാകര പദ്ധതി പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കേണ്ടതിന് തടസ്സം വരുത്തുവാൻ തക്കവിധം പല പ്രലോഭനങ്ങളെയും അതിജീവിച്ച് വീണ്ടും ഓശാന ഞായറിൽ മറ്റൊരു വലിയ പ്രലോഭനത്തിൽ തൻ്റെ ശരീരവും മനസ്സും ആത്മാവും കുടുങ്ങിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അവിടെയും യേശുതമ്പുരാൻ തൻ്റെ ആഴമേറിയ ബോധ്യങ്ങളിൽ നിന്ന്, പിതാവുമായുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ട് ആ പ്രലോഭനത്തെയും അതിജീവിക്കുന്നതാണ് ഓശാന ഞായറിൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ. ഹല്ലേലൂയ. ആയതുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റാൻ തക്ക വിധമുള്ള വെമ്പൽ കൊണ്ട് നാം ഓടുമ്പോൾ സാത്താൻ പല തരത്തിൽ, പല നിറത്തിൽ, പല സാഹചര്യങ്ങളിലൂടെ നമ്മുടെ ഇടയിൽ തിന്മയുടെ സ്വാധീനങ്ങൾ കടന്നുകൂടി നമ്മെ താറുമാറാക്കാൻ പ്രലോഭനങ്ങളുടെ വഴികൾ പല വിധത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് ഉണ്ട് എന്ന് തിരിച്ചറിയുവാനുള്ള കൃപ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ. ആയതുകൊണ്ട് ഓശാന ഞായറിൽ നിങ്ങളെല്ലാവരെയും ദൈവകാര്യങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.